5 മണിക്ക് അലാറം വെച്ച് എഴുന്നേറ്റു. ഇങ്ങനെ ഒരു സംഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിരുന്നതല്ല. സാഹചര്യങ്ങളാണല്ലോ മനുഷ്യനെ കൊണ്ട് ഓരോന്ന് ചെയ്യിക്കുന്നത്. ഇന്നലെ വരെ 7 മണിയായിരുന്നു എന്റെ അതിരാവിലെ. എത്ര നേരത്തെ കിടന്നാലും 7 മണിക്ക് മുമ്പ് എഴുന്നേൽക്കാൻ വിധി ഇതുവരെ എന്നെ അനുവദിച്ചിട്ടില്ല. എനിക്ക് അച്ഛന്റെ സ്വഭാവമാണ് കിട്ടിയിരിക്കുന്നത് എന്നാണ് അമ്മ പറയാറുള്ളത്. 9 മണിവരെ കിടന്നുറങ്ങുന്ന അച്ഛനെ 7 മണിക്ക് ഉണരാറുള്ള ഞാനുമായി താരതമ്യം ചെയ്യുന്ന അമ്മയെ അമ്മയായതുകൊണ്ട് മാത്രമാണ് ഞാൻ കൊല്ലാതെ വിടുന്നത്. ഓരോരോ താരതമ്യങ്ങളെ, ഒരു മര്യാദയൊക്കെ വേണ്ടേ? ഇതിനു മുമ്പ് ഹോട്ടലിൽ ജോലി കിട്ടിയ സമയത്ത് 6 മണിക്ക് ഉണരാനായി അലാറം സെറ്റ് ചെയ്ത് വെച്ച് കുറേ ദിവസം കിടന്നിരുന്നു. ദൗർഭാഗ്യവശാൽ ഒരു ദിവസം പോലും ആ അലാറം കേൾക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടില്ല. അലാറം പ്രവർത്തിച്ചിരുന്നു എന്നാണ് അറിവ്. പക്ഷേ അതെന്റെ കാതുകളിൽ എത്താതിരുന്നതാണ് എന്ന് ഞാൻ പിന്നീട് അറിഞ്ഞു. ഒടുവിൽ ഉറക്കം മുറിയുന്നു എന്ന് പറഞ്ഞ് അച്ഛൻ ആ അലാറം എടുത്ത് കിണറ്റിലിട്ട് കളഞ്ഞു. അതിനുശേഷം ഇന്നാണ് ഈ വീട്ടിൽ അലാറം മുഴങ്ങുന്നത്. ദൈവം സഹായിച്ച് ഞാനത് കേട്ട് ഉണരുകയും ചെയ്തു. ഇതാണ് പഴമക്കാർ പറയുന്നത്, അലാറം മുഴങ്ങാൻ ഒരു കാലം, കേൾക്കാൻ ഒരു കാലം എന്ന്. എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ട് എന്നാണല്ലോ. ഞാൻ ബെർമുടയും ടീഷർട്ടും പെട്ടെന്ന് എടുത്തണിഞ്ഞു. ഞാൻ ഇന്നു മുതൽ ജോഗിങ്ങിന് പോവുകയാണ് കേട്ടോ. ബോഡി ഇനി ഫിറ്റായിരിക്കണം. അതിലിനി ഒരു വിട്ടുവീഴ്ചയും പാടില്ല. കാരണം എന്താണെന്നറിയോ? എന്റെ കല്യാണം നിശ്ചയിച്ചു. ഇന്നലെയാണ് ദിവസം കുറിച്ചത്. ഈ വരുന്ന ധനു 10-ന് കല്യാണം. ഇനി 4 മാസമുണ്ട്. ഞാൻ പറഞ്ഞതാണ് ഇത്രയും നീണ്ട കാലയളവ് വേണ്ട, 2 ആഴ്ചക്കകം നടത്താമെന്ന്. എത്രയും പെട്ടെന്ന് കെട്ടിയാൽ അത്രയും നല്ലതല്ലേ? പക്ഷെ പെണ്ണ് വീട്ടുകാർക്ക് എതിർപ്പ്. അവർക്ക് കല്യാണത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്താൻ സമയം വേണമത്രേ. ഇത്ര തയ്യാറെടുപ്പുകൾ നടത്താൻ ഒളിമ്പിക്സ് ആണോ നടത്താൻ പോകുന്നത്? കല്യാണമല്ലേ? പുറത്തേക്കിറങ്ങാൻ നടുമുറിയുടെ വാതിൽ തുറക്കുമ്പോൾ കോട്ടുവായും ഇട്ടുകൊണ്ട് അമ്മ അങ്ങോട്ടേക്ക് വന്നു. നീ ഈ വെളുപ്പാങ്കാലത്ത് എവിടെ പോകുന്നു? അമ്മ ചോദിച്ചു. ഓടാൻ. മോനെ, നിന്നെ പിടിക്കാൻ പോലീസ് വരുന്നുണ്ടോ? അമ്മ പരിഭ്രാന്തയായി. പോലീസ് എന്നെ എന്തിനാ പിടിക്കാൻ വരുന്നത്? പിന്നെ നീ ഇറങ്ങി ഓടുന്നത് എന്തിനാ? അമ്മേ, വണ്ടി, ഞാൻ ജോഗിങ്ങിന് പോകുന്നതാണ്. വ്യായാമം. പണ്ട് നിന്റെ അച്ഛൻ ഇതുപോലെ രാത്രി ഇവിടെ നിന്നിറങ്ങി നിലവിളിച്ചുകൊണ്ട് ഓടിയിട്ടുണ്ട്, പോലീസ് പിടിക്കാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. കള്ളവോട്ട് ചെയ്തതിനെ ആ ഓർമ്മയിൽ പറഞ്ഞു പോയതാ. അമ്മ അടുത്ത കോട്ടുവാ വിട്ടിട്ട് തുടർന്നു. മോനെ, അലാറം അല്പം സൗണ്ട് കുറച്ച് വയ്ക്കണേ, അല്ലെങ്കിൽ അച്ഛൻ്റെ ഉറക്കം മുറി. ഉറക്കം മുറിഞ്ഞാൽ രക്തവും വരില്ല, ചത്തും പോകില്ല. ഞാൻ നല്ല കലിപ്പിലായി. ഞാൻ തുടർന്നു. ഈ വീട്ടിൽ ഒരു പെണ്ണ് വന്നു കയറാൻ പോവുക. ഇനി ഇവിടെ ആരെയും 9 മണി വരെ കിടന്നുറങ്ങാൻ ഞാൻ സമ്മതിക്കില്ല. എല്ലാരും 5 മണിക്ക് എഴുന്നേറ്റോളണം, ഞാൻ കർശനമായി പറഞ്ഞു. അമ്മ ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെടാതെ മുഖം വീർപ്പിച്ചു നിന്നു. അമ്മയുടെ നീരസം മാറ്റണം. അമ്മ അതിരാവിലെ പ്രാഗികൾ ചിലപ്പോൾ ഫലിക്കും. ഓടുന്ന വഴിക്ക് തട്ടിയടിച്ച് വീണ് ഞാൻ തട്ടുപോയെന്ന് വരാം. അത് പാടില്ല. ആദ്യ രാത്രി കഴിയും വരെയെങ്കിലും എനിക്ക് ജീവിച്ചിരിക്കണം. ഞാൻ സൗമ്യമായി അമ്മയോട് പറഞ്ഞു. അമ്മേ, അച്ഛൻ 9 മണി വരെ കിടന്നുറങ്ങിയാൽ വരുന്ന പെണ്ണ് 10 മണി വരെ കിടന്നുറങ്ങും. നമുക്ക് വല്ലതും പറയാൻ പറ്റുമോ? അമ്മ ആലോചിച്ചു നോക്കാനൊന്നും നിന്നില്ല. ഉടനെ മറുപടി വന്നു. നീ പറഞ്ഞത് 100% ശരിയാ. അതിയാനെ ഞാനിപ്പോ തന്നെ വിളിച്ചോണ്ടാം. ഇനി ഇവിടെ എല്ലാവരും 5 മണിക്ക് ഉണരണം. അമ്മ ധൃതിയിൽ അകത്തേക്ക് പോയി. മരുമകളെ കുറിച്ച് പറഞ്ഞപ്പോൾ അമ്മയുടെ ഉള്ളിലെ അമ്മായിയമ്മയ്ക്ക് അപകടം മണത്തു. അതാണ് ഉടനെ അകത്തേക്ക് ഓടിയത്. ഞാൻ വെളിയിലേക്ക് ഇറങ്ങി. ഞാൻ ആദ്യമായിട്ടാണ് പ്രകൃതിയെ രാവിലെ 5 മണിക്ക് കാണുന്നത്. ലോകാവസാനമാകാറായോ എന്ന ആശങ്കയോടെ പ്രകൃതി എന്നെ നിർനിമേഷം നോക്കി. കാരണം എന്നിൽ നിന്ന് ഇതുപോലൊരു പ്രവൃത്തി പ്രകൃതി പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. മനുഷ്യർ എന്നും ഒരുപോലെ ഇരിക്കുമോ? നന്നാവാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. നല്ല തണുപ്പും മഞ്ഞുമുണ്ട്. കയറി കിടന്ന് ഉറങ്ങിയിട്ട് നാളെ മുതൽ ജോഗിങ്ങിന് പോയാൽ പോരെ എന്ന് ഒരു വേള ഞാൻ ചിന്തിച്ചു. പക്ഷെ അമ്മ കണ്ടുപോയി. ഇനി ഞാൻ ഓടാൻ പോയില്ലെങ്കിൽ അത് പറഞ്ഞ് ഇന്ന് മുഴുവൻ കളിയാക്കും. വേണ്ട, മഞ്ഞത്തോടെ ഓടുന്നതാണ് അതിനേക്കാൾ നല്ലത്. ഇടവഴിയിലേക്ക് ഇറങ്ങി കൈകൾ വീശി നടന്നു തുടങ്ങി. ആദ്യമേ കയറി ഓടണ്ട. കുറെ നടന്ന് ശരീരം ചൂടായിട്ട് മതി ഓട്ടം, അല്ലെങ്കിൽ മസിൽ പിടിക്കും. ഞാൻ ഇങ്ങനെ ഓടണമെന്നൊന്നും വിചാരിച്ചതല്ല. പക്ഷെ കല്യാണം കഴിഞ്ഞ കുറെ തെണ്ടുകൾ എനിക്കൊരു സ്വൈര്യവും തരുന്നില്ല. കവലയിൽ കയറിയാൽ യുവന്മാർ എന്നെ വന്ന് ആലിൻ ചുവട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും. കല്യാണം കഴിക്കാത്തവർ ബസ് സ്റ്റോപ്പിലും കല്യാണം കഴിഞ്ഞവർ ആലിന്റെ ചുവട്ടിലുമാണ് വൈകുന്നേരങ്ങളിൽ ഇരിക്കുക. ഈ 2 ടീമിനും പരസ്പരം കണ്ടുകൂടാ. ഇടയ്ക്ക് ഇവർ തമ്മിൽ അടിപിടിയും ഉണ്ടാകാറുണ്ട്. മുമ്പ് എന്നെ ഇവർ അടുപ്പിച്ചിരുന്നില്ല. ഇപ്പോൾ എന്റെ കല്യാണം നിശ്ചയിച്ചപ്പോഴാണ് ഇവർ എന്നോട് മിണ്ടി തുടങ്ങിയത്. എന്നെ അവരുടെ സംഘത്തിൽ ചേർത്തായിരിക്കും. എന്നെ ആലിന്റെ ചുവട്ടിൽ കൊണ്ടുപോയിട്ട് യുവമാർ കല്യാണത്തിന് ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യത്തെക്കുറിച്ച് ഉപദേശിക്കുന്നു എന്ന മട്ടിൽ അവരെന്നെ പേടിപ്പിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ശ്വാസം മുട്ടുണ്ടെങ്കിൽ ഭാര്യ ആദ്യ രാത്രിയിൽ തന്നെ പിടഞ്ഞു പോകുമത്രേ. ഞാനത് കേട്ട് കിടുങ്ങിപ്പോയി. കുറെ നേരം മൂക്കടച്ച് പിടിച്ചിരുന്നാൽ എനിക്ക് ശ്വാസം മുട്ടുണ്ടാകാറുണ്ട്. കയറ്റം കയറുമ്പോഴും ഉണ്ട്. പിന്നെ അവന്മാർ പറയുന്നത് 100 പുഷപ്പ് ഒറ്റ സ്റ്റെപ്പിന് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ കല്യാണം ക്യാൻസൽ ചെയ്തേക്കാൻ, അല്ലെങ്കിൽ ആദ്യ രാത്രിയിൽ തന്നെ പെണ്ണ് പിണങ്ങി പോകുമത്രേ. ഇതൊക്കെ സത്യമാണോ എന്തോ? ഞാൻ 100 പുഷപ്പ് എടുക്കാൻ പറ്റുമോ എന്ന് നോക്കി. 2 എടുത്തപ്പോൾ ഞാൻ നെഞ്ചിടിച്ച് വീണു.
ദൈവമേ, എൻ്റെ പെണ്ണ് പിണങ്ങി പോകുമല്ലോ. ഞാൻ വിതുമ്പി കരഞ്ഞുപോയി. ആ സമയം ജയനാണ് പറഞ്ഞത് രാവിലെ ഓടിയാൽ ശ്വാസം മുട്ട് മാറും, വയറ് കുറയുമെന്നൊക്കെ. അങ്ങനെയാണ് ഞാൻ ഇന്നു മുതൽ ഓടാൻ തുടങ്ങിയത്. കല്യാണത്തിന് മുമ്പേ എൻ്റെ ബോഡിയെ ഫിറ്റാക്കി 100 പുഷപ്പ് എടുക്കാൻ പറ്റുന്ന ലെവലിലേക്ക് എനിക്ക് ഉയർത്താൻ പറ്റണം. എൻ്റെ പെണ്ണ് പിണങ്ങിപ്പോകാൻ പാടില്ല. ഞാൻ ഓടി തുടങ്ങി. ഇതൊരു തുടക്കം മാത്രം. ഉണ്ണിയുടെ പോരാട്ടങ്ങൾ, കല്യാണം കഴിഞ്ഞ ഉപദേശിത്തേണ്ടികൾ ഇനി കാണാനിരിക്കുന്നതേയുള്ളൂ.